നമ്മുടെ രാജ്യം വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നേ. രാജ്യം വല്ലാതെ പടച്ചവന് നമ്മുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടല്ലാണോ? ഇപ്പൊ വഖഫ് തന്നെ ഒന്ന് ആലോചിക്കേ, എന്താ വഖഫ് എന്ന് പോലും അറിയില്ല ചങ്ങാതിമാരെ. എന്തെല്ലാം വിഷയങ്ങളാ സഹോദര. ഇവിടെ നമ്മൾ മുസ്ലിം എന്ന് പറഞ്ഞ ആരാന്ന് ചോദിക്കേ. ഓരോ പള്ളികൾ ബാബരി മസ്ജിദ് മുതൽ തുടങ്ങിയതാ. പള്ളിയുടെ താഴെ അമ്പലത്തിന്റെ വിഗ്രഹം കൊണ്ടെന്ന് പറഞ്ഞ് തുടങ്ങി, നമ്മൾ മിണ്ടാതെ നടന്നു. ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ പള്ളികളും പറഞ്ഞു ബാബരി മസ്ജിദ് മുതൽ തുടങ്ങി ഇന്ന് അജ്മീറിന്റെ അടിവരെ എത്തി നിൽക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഇന്ന് അജ്മീർ ദർഗയുടെ അടിയിൽ പോലും അമ്പലമാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ ഓരോ പള്ളി കമ്മിറ്റിക്കാർ ഇപ്പൊ കാത്തിരിക്കണം. എപ്പോഴാ കോടതിയിൽ നിന്ന് പേപ്പർ വരുന്നതെന്ന് അറിയില്ല, ഏത് സമയത്താ കോടതിയിൽ നിന്ന് പേപ്പർ വരുന്നതെന്നറിയില്ല. കാരണം ഇതിനടിയിലുണ്ടെന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് എന്ന് തിരിച്ചു ചിന്തിക്കാത്തതെന്തോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നുവരെ ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ താഴെ ഒരു പള്ളിയുടെ മിഹ്റാബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റി കേസെങ്കിലും നമ്മൾ ആരെങ്കിലും കൊടുക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല. അതാണ് മുസ്ലിമീങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, എന്താ ചിന്തിക്കാത്തത്? ഇതൊക്കെ കാണുമ്പോ നമ്മൾ വല്ലാത്ത പേടിയാ. നമുക്ക് അള്ളാനൊന്നും പേടിയില്ല, നമുക്ക് പേടി ഇമ്മാരെയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അള്ളാനെ ഓർത്ത അല്ല നമ്മളെ ഓർക്കും. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ തല വെച്ചിട്ട് നബി തങ്ങൾ കിടന്നുറങ്ങുകയാ. അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. നബി തങ്ങൾ ഞെട്ടി ഉണർന്നു. എന്തേ അബൂബക്കറെ? പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുന്ന അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, എന്തേ അബൂബക്കറെ? നബിയെ, ശത്രുക്കൾ മുകളിലെത്തി. അവന്മാരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ച ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നുണ്ട്. ഒങ്ങാണം താഴേക്ക് നോക്കിയ നമ്മൾ രണ്ടുപേരെയും പിടിക്കും, കൊന്നുകളയവന്മാര്. നബി തങ്ങൾ ചിരിച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചു. നബി തങ്ങൾ ചിരിച്ചു. എന്തേ നബിയെ? ഹേ അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാൾ ഇതിനകത്തുണ്ട്. നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്. ആര്? അല്ലാഹ് ഉണ്ട് അബൂബക്കറെ നമ്മുടെ കൂടെ. ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. ഖിയാമത്ത് നാൾ വരെയുള്ള പേടിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമിനോട് അല്ലാഹ് പറയാ, നബിതങ്ങൾ പറയാ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. ഹേ മനുഷ്യ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നീ ഏത് സമയത്തും അല്ലാഹനെ ഓർക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അമ്പും വില്ലും തയ്യാറാക്കി നിർത്തിയിരിക്കുക, കെട്ടിയിട്ട്. കാരണം ആ കാണുന്ന തീക്കുണ്ടാരത്തിൽ കൊണ്ടുപോയി ഇടാൻ പറ്റാത്തത് കാരണം വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അമ്പിനകത്ത് എയ്തിടുവിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ കയറ്റി നിർത്തിയിരിക്കുക. അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചു, നബിയെ, ഒന്ന് അനുവാദം തന്ന ആ തീ അണച്ച് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. ജിബ്രീലിനോട് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എനിക്ക് നിന്റെ സഹായം വേണ്ട. ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. എനിക്ക് എന്റെ റബ്ബുണ്ടല്ലോ, എനിക്ക് അല്ലാഹ് മതി. എന്റെ പ്രിയപ്പെട്ടവരെ, കുലിയാനാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഒരു രോമം പോലും കരിയാതെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ, ആഴ്ചകൾ കഴിഞ്ഞപ്പോ ആ തീക്കകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, നമുക്ക് അല്ലാഹ് മതിയടോ. അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? ബദറില് ന്യൂനപക്ഷമായിരുന്നു. ഇസ്ലാമിന്റെ ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, ന്യൂനപക്ഷമേ ജയിച്ചിട്ടുള്ളൂ, ഭൂരിപക്ഷം ജയിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ അല്ലാഹനെ ഓർത്ത് നടക്ക്. അല്ലാഹനെ ഓർമ്മയുണ്ടാകണം. ആർക്കാ അല്ലാഹനെ ഓർമ്മയുണ്ടാവുക? നമുക്ക് അല്ലാഹനെ വല്ലതും അറിയോ? അല്ലാഹനെ കുറിച്ച് അറിയെങ്കിലും ചെയ്യോ? ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരു കാക്കാനോട് ചോദിക്കുന്ന, കാക്ക, ഒരു അയൽവാസി ഹൈന്ദവന നിന്നോട് ചോദിച്ചു, ഈ അല്ലാഹ് പറഞ്ഞ ആരാ? നീ പറയും, അല്ലാഹ് പറഞ്ഞ ഈ ലോകം പടച്ചതല്ല, ഭക്ഷണം തരുന്നവനല്ല, മരിപ്പിക്കുന്നവനല്ല. തീർന്നു, നിന്റെ സീസി തീർന്നു, കഴിഞ്ഞു. അല്ലാഹനെ കുറിച്ച് പറയാൻ പറഞ്ഞ നമുക്ക് ആകെ അറിയണത് ഇതാ. ഇവിടെ നമ്മൾ അല്ലാഹനെ ഓർക്കണം, അല്ലാഹനെ ഭയക്കണം, മക്കളോട് അല്ലാഹയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഒരു വാപ്പയുടെ കടമയാ മക്കൾക്ക് അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൽ. ഒരു ഉമ്മ വാപ്പയുടെ കടമയാണ് മക്കൾക്ക് അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, നബിതങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാ. പക്ഷെ നമുക്കറിയില്ലല്ലോ. അള്ളാഹുവിനെ ആർക്കും പേടിയില്ല.
അല്ലാഹുവിനെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആകില്ലായിരുന്നു. അല്ലാഹനെ ഭയന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആകില്ലായിരുന്നു. ഇന്ന് അല്ലാഹനെ പേടിയില്ലടോ. ആ പേടിയില്ലാത്തത് കൊണ്ടാണ് പടച്ചവനെ നമ്മൾ ഇങ്ങനെ ആയി പോയത്. അല്ലാഹുവേ, നിസ്കരിക്കാൻ വയ്യ, ഖുർആൻ ഓതാൻ വയ്യ, തലമറയ്ക്കാൻ വയ്യ. ഇന്ന് പാപം ചെയ്യാൻ നമുക്ക് പേടിയില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ല. വീടി വലിക്കുന്നവൻ പോലും ഒളിഞ്ഞു നിന്ന് വലിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. മുണ്ട് മടക്കി കുത്തി നടക്കുന്നവന് ഉസ്താദിനെ കാണുമ്പോ താഴ്ത്തിയിടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നെല്ലാം മാറിയടോ. ഇന്ന് നടുറോഡിൽ നിന്ന് കള്ളു കുടിക്കാൻ നമുക്ക് പേടിയില്ല, കഞ്ചാവടിക്കാൻ പേടിയില്ല, എന്ത് വൃത്തികേടുകൾ ചെയ്യാൻ നമുക്ക് പേടിയില്ല. അല്ലാഹനെ മറന്നു പോയടോ. അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുകയാ. സഹോദരാ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഇന്നത്തെ ചെറുപ്പക്കാര് പറയുന്ന ഒരു കാര്യം സിറാജ്, ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ. നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്ന ലോകത്തിന് വേണ്ടി ജീവിക്കാനുള്ളതല്ല. നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ചെറുപ്പക്കാരാ, ജീവിതം ആസ്വദിച്ച് നടക്കുന്ന മക്കളെ, എങ്ങനെ വേണമെങ്കിലും നടന്നോടാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ. ഉസ്താദിനെ കളിയാക്കിക്കോ, ഉസ്താദിനെ വേദനിപ്പിച്ചോ, എന്തു വേണമെങ്കിലും ചെയ്ത് നടന്നോ. പക്ഷേ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാ. ചെറുപ്പക്കാരാ, പെങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാ. എന്തു മറന്നാലും അത് മറക്കരുത്, എന്തു മറന്നാലും അത് മറക്കരുത്. ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയാം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്താ, ഒന്നാമത്തെ ആയത്താ. ഇനി നിനക്ക് അവസാനത്തെ ആയത്തറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവസാനമായിട്ട് ഇറങ്ങിയ ആയത്തേതെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതല്ലാഹുവിന്റെ ഭീഷണിയാ, ഇതല്ലാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. സിറാജ്, എവിടെ പോകാനാണ് സിറാജ്? ഓം തോടുന്നതിനൊരു പരിധിയുണ്ടടാ. നീ എവിടെ പോകാനാണ്? നീ എവിടെ ഓടാനാണ്? ഒരിക്കൽ നീ വീഴുമടാ. സിറാജ്, നീ എവിടെ പോയാലും ഓർത്തു വച്ചോടാ, നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ, ദീനനുസരിച്ച് ജീവിക്കണേ, മക്കളോട് ദീന് പഠിപ്പിച്ചു കൊടുക്കണേ, അല്ലാഹ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കണേ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ. നമ്മൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. പെങ്ങള്, നിങ്ങൾ പറയും, ബാലു പറയുന്ന ഉസ്താദന്മാര് മുഴുവനും ഞങ്ങളെ കുറ്റം പറയുകയാണ്. എവിടെ പോയാലും ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പറയല്ലേ പെങ്ങള്. വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാവുമ്മ. നീ നന്നാകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ നന്നായേ പറ്റൂ, നിങ്ങൾ നന്നായേ പറ്റൂ. നിങ്ങൾ നന്നായാ വീട് നന്നാകും പെങ്ങളെ, നിങ്ങൾ നന്നായേ പറ്റൂ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കണേ അല്ലാഹ്.